ഹലോ ഗൈസ്, നമ്മളിന്ന് പോണ്ടിച്ചേരി പോവാണ്. അപ്പം എന്തിനാണ് പോകുന്നതെന്നുള്ളതൊക്കെ ഞാൻ വയ്യ വരാം. പിന്നെ ഞങ്ങൾ കൊണ്ടോട്ടിയിൽ നിന്ന് ബസ്സിനാണ് പോകുന്നത്. ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഇടയിൽ പിന്നെ കുറച്ച് ബസ്സിൽ നിന്ന് കഴിക്കാൻ വേണ്ടി കുറച്ച് സ്വീറ്റ്സും കാര്യങ്ങളൊക്കെ വാങ്ങി. ഓക്കെ, ഏതായാലും ബസ് കിട്ടി. ബസ് നമ്മൾ വിചാരിച്ച ബസ്സല്ല. സാധാരണ പോണ്ടിച്ചേരി ട്രാൻസ്പോർട്ടിൻ്റെ നല്ല ബസ്സാണ് ഉണ്ടാവില്ല. പക്ഷേ ഇന്ന് ബസ്സൊന്ന് കംപ്ലീറ്റ് ആയിട്ട് അവരെ എന്താ പറയുക, സ്പെയർ ബസ്സാണല്ലോ വന്നത്. സീറ്റൊന്നും ചാരാനൊന്നുമില്ല, ഒരു സുഖമില്ല. പിന്നെ അങ്ങനെ ബസ്സിലാകുമ്പോൾ എനിക്ക് പിന്നെ എന്തെങ്കിലുമൊക്കെ അങ്ങനെ കഴിച്ചുകൊണ്ട് നിൽക്കണം, അല്ലെങ്കിൽ ഇങ്ങനെ വിഷമം കൊടുക്കും. അപ്പം എന്തെങ്കിലും കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അങ്ങനെ പുളപ്പൊരി കാര്യങ്ങളുണ്ടായിരുന്നു. കവർ വെക്കാൻ പോലും സ്ഥലമില്ല. മറ്റേ ബസ്സാണെങ്കിൽ നല്ല സൗകര്യം ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ യാത്ര അങ്ങനെ കണ്ടിന്യൂ ചെയ്യാണ്. അത്യാവശ്യം അങ്ങനെ ഫുഡൊക്കെ അവിടെ നിർത്തി. സംസം ഹോട്ടലിലാണ് നിർത്തിയത് കേട്ടോ. ധോണി പറഞ്ഞ സ്ഥലത്താണ്. ധോണി പാലക്കാടാണ്, ബോർഡറിലാണ്. അങ്ങനെ ഞങ്ങൾ ബിരിയാണി ഓർഡർ ചെയ്ത് പിന്നെ പൊറോട്ട ഓർഡർ ചെയ്തു. അങ്ങനെ ബിരിയാണിയിൽ പൊരിച്ച ചിക്കൻ പീസ് ഉണ്ടാവും. ഇതാണ് നമ്മളെ ബസ് കേട്ടോ. അങ്ങനെ ഭക്ഷണം കഴിച്ച് വന്ന് അങ്ങനെ അങ്ങോട്ട് ഒന്ന് റിലാക്സ് ചെയ്തു. നല്ല തണുപ്പുകൊണ്ട് റിലാക്സ് ചെയ്തിരിക്കുകയായിരുന്നു. പിന്നെ അങ്ങനെ ബസ് എടുത്തു. ഇപ്പം നിൽക്കുന്നത് നമ്മളിപ്പം പിന്നെ സേലം ബസ് സ്റ്റാൻഡിൽ നിന്നിട്ടോ. സേലം ബസ് സ്റ്റാൻഡ് പറഞ്ഞാൽ അത്ര വലിയൊരു ബസ് സ്റ്റാൻഡ് കേട്ടോ. എത്രയോ ലോങ് ഉണ്ട്, ഒരുപാടുണ്ട് ബസ് സ്റ്റാൻഡ്. ഞാൻ ജസ്റ്റ് ഇവിടെ നിർത്തിയ ഇടയിൽ എണീറ്റപ്പോൾ ഒന്ന് വീഡിയോ എടുത്തതാണ്. ഓക്കെ, ഇത് വലിയൊരു ബസ് സ്റ്റാൻഡ് എന്ന് വെച്ചാൽ അത്യാവശ്യം ഒരുപാട് സ്ഥലത്തിലോട്ടുള്ള ബസ് ഇവിടെ നിന്ന് കേട്ടോ. തമിഴ്നാട്ടിൽ നിന്ന് പല ഏരിയയിലോട്ട് ഒരു ജംഗ്ഷൻ മാതിരിയാണ്. അങ്ങനെ ഒരുപാട് പ്ലാറ്റ്ഫോം ഉണ്ട്. ഇതിങ്ങനെ കാണാൻ വരില്ല, ഇതിങ്ങനെ വരിക്ക് കിടക്കുന്നത്. ഞാനിങ്ങനെ ഇതിൻ്റെ എണീറ്റേനിടയിൽ ജസ്റ്റ് വീഡിയോ എടുത്തതാണ്. അത്യാവശ്യം നല്ല വലിയ പ്ലാറ്റ്ഫോമുകളുള്ള ഇത്ര വലിയൊരു ബസ് സ്റ്റാൻഡ് ഞാൻ ആദ്യമായിട്ട് കാണാം കേട്ടോ. ആദ്യം മീൻസ് ഞാൻ ഒരുപാട് പ്രാവശ്യം ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ ഇത് മോർണിംഗിൽ എടുത്താണ്. ഏകദേശം പോണ്ടിച്ചേരി എത്തി. പിന്നെ രാവിലെ ഒരു 6 മണി അങ്ങനത്തെ കഴിക്കുന്നുണ്ട്. അങ്ങനെ പോണ്ടിച്ചേരി എത്തി ഞങ്ങൾ. പിന്നെ ഞാൻ എന്ത് ചെയ്തു, ഒരു ബൈക്ക് റെൻറ്റിന് എടുത്തിട്ട് നേരെ ഫ്രഷപ്പും കാര്യങ്ങളൊക്കെ ആവണ്ടല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ എന്ത് ചെയ്തു, നേരെ റെയിൽവേ സ്റ്റേഷൻ നേരെ ഫോണൊക്കെ ചാർജ് ചെയ്തു. നല്ല വൃത്തിയുള്ള റെയിൽവേ സ്റ്റേഷൻ. അങ്ങനെ അത്യാവശ്യം തീരെ തിരക്കുണ്ടാവില്ല അങ്ങനെയൊന്നും. അപ്പോൾ പിന്നെ രാവിലെ തീരെ തിരക്കില്ല. അപ്പോൾ പിന്നെ ഞങ്ങൾ ഫ്രഷപ്പൊക്കെ ആയി ഒന്ന് ഷെയറായി. പിന്നെ ഫ്രഷൊക്കെ ചെയ്തു. റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി ഞങ്ങൾ നേരെ എന്ത് ചെയ്തു, കോളേജിൽ പോയിട്ട് പിന്നെ എൻ്റെ പേപ്പർ വർക്ക്സും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അവർക്ക് സർട്ടിഫിക്കറ്റിന് അപേക്ഷിക്കാൻ വേണ്ടി വന്ന കേട്ടോ. അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്തു, കോളേജിൽ നിന്ന് പിന്നെ ഞങ്ങൾ നേരെ ബീച്ചിലോട്ട് പോയി. പഴയ നൊസ്റ്റാൾജിയ. ഞങ്ങൾ ഒരുപാട് പ്രാവശ്യം വന്ന ബീച്ചാണ്. അപ്പം പോണ്ടിച്ചേരി റോക്ക് ബീച്ച് കാര്യങ്ങൾ നമ്മൾ അത്യാവശ്യം നല്ല ടൈം സ്പെൻഡ് ചെയ്തൊരു ഏരിയയാണ്. അപ്പോൾ ഞങ്ങൾ രാവിലെ തന്നെ ബീച്ചിലെത്തി. ഒരുപാട് ആൾക്കാരുണ്ട്, നടക്കാനും ഒക്കെ ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ പഴയ ഓർമ്മകളൊക്കെ ഒന്ന് അയവിറക്കി ഞങ്ങൾ നേരം ചെയ്ത് വണ്ടി എടുത്ത് പിന്നെ ടൈമൊക്കെ ആയപ്പോൾ ഞങ്ങൾ യൂണിവേഴ്സിറ്റി പോയി. യൂണിവേഴ്സിറ്റിയിൽ പിന്നെ ഞാൻ ആദ്യമായിട്ട് യൂണിവേഴ്സിറ്റി പോകുന്നത് കേട്ടോ. നല്ല ട്രാഫിക് കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ പിന്നെ യൂണിവേഴ്സിറ്റി ഉള്ളിലാണ്. അപ്പോൾ ഏതാ വയ്യെന്ന് ഞങ്ങൾക്കറിയില്ല. അങ്ങനെ ഗൂഗിൾ മാപ്പ് ഇട്ട് വന്ന് പിന്നെ ഇതിൻ്റെ എക്സാം സെൻറ്റർ എവിടെയെന്നുള്ളതൊക്കെ ചോദിച്ച് അങ്ങനെ പോയിക്കാണ്. അത്യാവശ്യം നല്ല അടിപൊളി നീറ്റായിട്ടുള്ള യൂണിവേഴ്സിറ്റി ആട്ടോ. നല്ല ക്ലീനിങ്ങിനും നല്ലൊരു ആംബിയൻസ് ആട്ടോ. വെറുതെ ഉള്ള കുട്ടികൾ ഇവിടെ പഠിക്കാൻ വരുന്നത്. ഇതിനുള്ളിൽ എന്ത് സംഭവിച്ചാലും ആരും ഒന്നും അറിയില്ല. അത്രയും സെറ്റപ്പ് യൂണിവേഴ്സിറ്റിയാണ്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി നമ്മൾ കണ്ട ഏറ്റവും വലിയ യൂണിവേഴ്സിറ്റി. അതൊന്നും ഒന്നല്ല എന്നുള്ളപ്പോൾ മനസ്സിലായി. അങ്ങനെ ഏകദേശം നമ്മൾ പേപ്പർ വർക്ക്സും കാര്യങ്ങളും അതിൻ്റെ ചലാനടക്കലും അതിനുള്ളിൽ പോയി കാര്യങ്ങളൊക്കെ ചെയ്ത് അങ്ങനെ തോന്നെ നേരം അവിടെ റെസ്റ്റ് എടുത്തു. പിന്നെ ഞങ്ങൾ യൂണിവേഴ്സിറ്റിക്ക് ഒന്ന് ചുറ്റി കണ്ടു. അവിടെ ഇവിടെയൊക്കെ ഒന്ന് പോയി. യൂണിവേഴ്സിറ്റി ഗ്രൗണ്ട് പിന്നെ അതേമാതിരി ഇരിക്കാനുള്ള ഒരുപാട് സ്പേസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ടൈം സ്പെൻഡ് ചെയ്യാനുള്ള ഒരുപാട് ഏരിയ ഉണ്ട് യൂണിവേഴ്സിറ്റി കേട്ടോ. നല്ല ഫ്രീ ആയിട്ട് നടക്കും ചെയ്യാം. അങ്ങനെ ഞങ്ങൾ പോരുന്ന വീക്കിൽ വേറൊരു ബീച്ചുണ്ട്. അവിടെ ഒരുപാട് ആൾക്കാരുണ്ടോ അങ്ങനെ വന്ന് നോക്കണം. അപ്പോൾ നല്ല വെയിലാണ്. ജസ്റ്റ് ഒന്ന് ബീച്ച് നോക്കി ഇങ്ങനെ പോകുന്നു. പിന്നെ കാര്യമായിട്ടൊന്നുമില്ല. നമുക്കൊണ്ട് ഈവനിങ് ലൈവായി തോന്നുന്നു. അവിടുന്ന് മീൻ അങ്ങനെ പല ഐറ്റംസുകളൊക്കെ വെക്കുന്നുണ്ട്, ഫിഷൊക്കെ ഉണ്ട്. അങ്ങനെ ബീച്ചിൽ നിന്ന് പോന്നു. അങ്ങനെ കാറ്റടിക്കണം ഇങ്ങനെ ഉണ്ട്. മരങ്ങളിങ്ങനെ കാറ്റടിച്ചിട്ട് തെങ്ങുകളങ്ങനെ കാറ്റടിച്ചാണ് ഇങ്ങനെ വീഴും. അങ്ങനെ നമ്മൾ പിന്നെ സ്റ്റുഡിയോയിലൊന്ന് പോയി. പോണ്ടിച്ചേരി സ്റ്റുഡിയോ വന്നിട്ട് ഡ്രസ്സ് എടുത്ത് അങ്ങനെ എന്ത് ചെയ്തു, കുറച്ച് ഐറ്റംസൊക്കെ നോക്കി പിന്നെ ഡ്രസ്സ് ട്രൈ ചെയ്തിട്ട് പിന്നെ ഡ്രസ്സ് എടുത്ത് അവിടുന്ന് പോന്നു. അങ്ങനെ നമ്മൾ പിന്നെ സ്റ്റുഡിയോ എന്ന് പോകുന്നതിന് ശേഷം ഞങ്ങൾ എന്ത് ചെയ്തു, പിന്നെ ബൈക്ക് സ്കൂട്ടർ റിട്ടേൺ ചെയ്തിട്ട് ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിലോട്ട് നടന്നു. കുറച്ച് നടക്കാനുണ്ട്. അപ്പോൾ ഞങ്ങളിങ്ങനെ രസമായിട്ട് പഴയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആലോചിച്ച് ഇങ്ങനെ ഫുള്ള് ഇനിയിപ്പോൾ ഇങ്ങോട്ട് പോണ്ടിച്ചേരിക്ക് എന്നാ വരിക എന്നുള്ളതൊരു ഐഡിയ ഇല്ല. അപ്പോൾ അത്യാവശ്യം സ്ഥലങ്ങളൊക്കെ ഇങ്ങനെ നടന്നിങ്ങനെ കണ്ടു. ഇങ്ങനെ ഇതൊരു പള്ളിയായിട്ട് അവിടുത്തെ ഫേമസ് പള്ളിയാണ്. റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് തന്നെയാണ് ഈ പള്ളിയുള്ളത്. അപ്പോൾ ഈ പള്ളീൻ്റെ ഉള്ളിലൊക്കെ പോയി അവിടുന്ന് കുറച്ച് വീഡിയോസൊക്കെ ഇങ്ങനെ എടുത്തു. അതിൻ്റെ ഒരു ഗ്ലിംസാണ് നിങ്ങൾ കാണാൻ പോകുന്നത് കേട്ടോ. അത്യാവശ്യം വിസിറ്റേഴ്സ് പിന്നെ യൂറോപ്യൻസൊക്കെ വരുന്നൊരു പള്ളിയാണ്. കുറച്ചൊരു ഹിസ്റ്ററി ഉള്ള പള്ളിയാണ് തോന്നുന്നു. പിന്നെ പോണ്ടിച്ചേരി വരുമ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്യേണ്ട ഒരു ഐറ്റമാണത്. ഇതൊരു കുൽഫിയാണ്. ഇത് ഇവിടുത്തെ പിന്നെ മിൽക്കിൻ്റെ ഒരു ബ്രാൻഡിൻ്റെ പേരിൽ വരുന്നൊരു പോമഗ്രേഡ് അങ്ങനത്തെ നെയിമാണ്.
ഇത് ഇവിടെ വന്ന് നമ്മൾ എന്തായാലും ട്രൈ ചെയ്യലുണ്ട്. എന്തായാലും ഇവിടെ പുറത്ത് ഇറങ്ങുകയാണെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് അങ്ങനെ പോകില്ല. നല്ല അടിപൊളി ടേസ്റ്റുള്ളൊരു കുൽഫിയാണിത്. ഹൈലി റെക്കമെൻഡഡ് ട്രൈയാണിത്. ഇത് എന്തായാലും പോണ്ടിച്ചേരി വന്ന് എന്തായാലും കഴിക്കണം, കഴിക്കാതെ പോകരുത്. അങ്ങനെ നമ്മൾ റെയിൽവേ സ്റ്റേഷനിലെത്തി. റെയിൽവേ സ്റ്റേഷനിൽ പിന്നെ എപ്പോഴാണ് 4:45 ട്രെയിൻ നമുക്ക് വരുന്നത്. അപ്പം ട്രെയിനൊക്കെ ഓൾറെഡി അവിടെ ഉണ്ട്. അപ്പം പിന്നെ ഒന്ന് പതിയെ നമ്മുടെ പ്ലാറ്റ്ഫോമിലോട്ടൊക്കെ നടന്ന് ഇനിയിപ്പോൾ പിന്നെ ഒരു തിരിച്ചു വരവ് എന്നാന്നുള്ളതിനെ കുറച്ച് ഒരു ഐഡിയ ഇല്ല. അങ്ങനെ ഒരു എന്താ പറയുക, വളരെ ഒരു സങ്കടത്തോടു കൂടിയാണ് പോകുന്നതെങ്കിലും നമ്മൾ കുറച്ച് കാലം അവിടെ പോണ്ടിച്ചേരി നിന്നിട്ടുള്ളെങ്കിലും വളരെ ഒരു സങ്കടത്തോടു കൂടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പോണ്ടിച്ചേരിയിൽ നിന്ന് പോകുന്നത്. കാരണം അതൊരു നൊസ്റ്റാൾജിക് മൊമെൻ്റാണ്. ശരിക്കും ഞാനും എൻ്റെ വൈഫും പിന്നെ എങ്ങനെ എത്തി എന്നുള്ള ചെറിയൊരു ഐഡിയ ഇല്ല. ജീവിതത്തിൽ ഒരിക്കലും നമ്മളിവിടെ വരും എന്നുള്ളൊരു ഒരു എന്താ പറയുക, ഒരു ഗ്ലിംസ് പോലും ഇല്ലായിരുന്നു. പക്ഷെ നമ്മളിവിടെ എത്തി, ഇങ്ങനെ 2 കൊല്ലം ഇവിടെ സ്പെൻഡ് ചെയ്തു അടിപൊളിയായിട്ട്. അങ്ങനെ നമ്മൾ അവസാനമായിട്ട് പോണ്ടിച്ചേരിനോട് എന്ത് ചെയ്തു, ടാറ്റ ബൈ ബൈ പറഞ്ഞു, യാത്ര പറഞ്ഞു. അങ്ങനെ നമ്മൾ ഇവിടുന്ന് പോകുന്നു. പിറ്റേന്ന് കോഴിക്കോടാണ്, കാലിക്കറ്റാണ് നമ്മൾ ട്രെയിൻ എത്തുക. അവിടെ രാവിലെ ഒരു 5 മണി ടൈമിലൊക്കെയാണ് എത്തുക. അപ്പം നമ്മൾ സ്ലീപ്പറൊക്കെ ബുക്ക് ചെയ്തുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. നമ്മൾ പിന്നെ നല്ല റെസ്റ്റൊക്കെ എടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റിലാക്സ് ചെയ്തിട്ട് പോകാൻ പറ്റും. അപ്പം ഇനിയിപ്പോൾ എന്ന് തിരിച്ചു വരും എന്നുള്ളതിനെ കുറിച്ചൊരു ഐഡിയ ഇല്ലാതെ ഒരു അവസാന യാത്ര, എന്താ പറയുക, ഇനിയൊരു തിരിച്ചു വരവില്ല എന്നുള്ള രീതിയിൽ യാത്ര പറഞ്ഞിട്ട് പോവുകയാണ്. ഇനി ഭാവിയിൽ എന്തെങ്കിലും വരികയാണെങ്കിൽ കാണാം.